ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മുടെ നാട്ടിൽ കുറച്ച് ടിക്കറ്റ് കൊണ്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബമ്പർ പ്രൈസ് ആയിട്ട് കിട്ടുന്നത് 10 കോടി രൂപയാണ്. സോ അപ്പോൾ ഞാനും അത് എടുക്കാൻ വേണ്ടി പോവാണ്. ഇതേ റോട്ടിലൊക്കെ ഇന്ന് ആളുകൾ കുറേ പേരുണ്ടല്ലോ. ഇതേ കുറേ ആൾക്കാർ കടന്നുറങ്ങുന്നു അവിടെ. ഇതെന്ത് റോഡിലെന്ത് ഇങ്ങനെ ആൾക്കാർ നിൽക്കുന്നതെന്ന് അറിയില്ല. സോ ഇതൊന്നും നമുക്ക് മൈൻഡാക്കണം. നമുക്ക് നേരെ പോകാം. നമ്മുടെ ടിക്കറ്റ് നടക്കുന്നത് കുറച്ച് ദൂരെയാണ് ഗായ്സ്. അപ്പോൾ ഞാനങ്ങനെ ടിക്കറ്റ് എടുക്കുന്നതോട് എത്തിയിരുന്നത് ഇവിടെ ഈ ഗ്ലാസിൻ്റെ അകത്തേക്ക് കാണാമല്ല കേട്ടോ. ഈ ഷോപ്പിൻ്റെ അകത്തേക്ക് കാണാമല്ല, ഫുൾ കൂളിംഗ് ഒട്ടിച്ചിട്ടാണ്, കാണുന്ന പോലും ഇല്ല. അപ്പോൾ അതേ നമ്മളെ ടിക്കറ്റ് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, എൻ്റെ കയ്യിലുള്ള ഈ കോഡ് പോലെ ആയിരിക്കും നാളെ ഇവിടെ കോഡ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഏത് കോഡാണ് വന്നത് അവരായിരിക്കും ഭാഗ്യശാലി. സോ ഇങ്ങനത്തെ 5 കോഡൊക്കെ ഉള്ള ടിക്കറ്റൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് വന്നപ്പോൾ അവൻ്റെ കയ്യിൽ 2 കോഡ്, അവൻ മൊത്തത്തിൽ 10 കോഡായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 5 എണ്ണം ഉണ്ട്. അപ്പോൾ അവൻ 10 എണ്ണമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. എൻ്റെ അളിയ, നമുക്കും ഇതേപോലെ ഒന്ന് എടുത്താലോ? എങ്ങാനും നമ്മളത് ഈ ഒന്നും അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഞാൻ എന്തായാലും ഒരു 5 എണ്ണം. അയ്യോ ഇവിടെ ഇതെന്താ? അയ്യോ ഗൈസ്, റോങ് സൈഡോ? ഞാൻ റോങ് സൈഡൊന്നും ഇട്ടിട്ടില്ലല്ലോ. റോങ് സൈഡ് അല്ലേ? ഇതേ സാറടക്കതേ ഇവിടെ 2 ടിക്കറ്റായിട്ടാണ് നടക്കുന്നത് ഗൈസ്. എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിലും 10 കോഡ് ഉണ്ട്. ഇതേ നമ്മളെ പോലീസുകാരൻ്റെ കയ്യിലും 10 കോഡ്. പിന്നെ ഞാനായിട്ട് എന്തിനാണ് കുറക്കുന്നത് ഗൈസ്? ഞാൻ എന്തായാലും 5 എണ്ണോ 10 എണ്ണോ നമുക്ക് എടുക്കാൻ നോക്കാം. നമുക്ക് എന്തായാലും ഷോപ്പിൽ പോയിട്ട് ഒന്നുകൂടി കോഡ് മാറ്റി കൊടുക്കാം. ഇതെന്തായാലും എൻ്റെ കയ്യിലിരിക്കട്ടെ, ഇനി നമുക്ക് വേറെ എടുക്കാമല്ലോ. സോ ഗൈസ്, ഞാൻ ഇവിടെ കുറച്ച് അധികം പൈസ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ 2 ടിക്കറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അയ്യോ, അതാ ടിക്കറ്റ് കഴിഞ്ഞോ ചേട്ടാ? എങ്ങനെയാലും ഒന്ന് ഇല്ല മോനെ, അതൊന്നും ഒപ്പിച്ചു തരാൻ പറ്റില്ല കേട്ടോ. നിനക്കാണ് ലാസ്റ്റ് ഇവിടെ റെസിപ്റ്റ് ഒക്കെ തരുന്നത് കേട്ടോ. ഓക്കെ ബൈ ഗായ്സ്. ഇവിടെ എന്തായാലും നമുക്ക് ഇവിടെ 5 കോഡേ കിട്ടിയിട്ടുള്ളൂ. സോ എന്തായാലും അത് കുഴപ്പമില്ല, നമുക്ക് അടുത്ത തവണ പിടിക്കാം. സോ ഇനി നമുക്ക് നാളെ കുറച്ച് വൈകിട്ട് പോകാം. അതായത് രാവിലെ തന്നെ ആകുമ്പോൾ തിരക്കായിരിക്കും. അപ്പോൾ എന്തായാലും ആകെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സോ ഗൈസ്, അപ്പോൾ ഇതേ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് നമ്മൾ വിന്നറെ അറിയാൻ പോകുന്നത്. സോ ഞാനിപ്പോൾ കുറച്ച് ടൈം ആയിട്ടുണ്ട്. 9 മണി ആയിട്ടുള്ളൂ. അപ്പോഴേക്കും അവിടുത്തെ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ടിക്കറ്റിൽ നോക്കുമ്പോൾ അതിലെന്തായാലും അടിച്ചിട്ടില്ല. സോ ഞാൻ എൻ്റെ സെക്കൻഡ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 44, 11, 22, 43, 13, 30. ഓക്കെ, ഫസ്റ്റത്തേൽ നോക്കിയാൽ 44 അല്ലല്ലോ, 74 അതിലില്ല. ഓക്കെ, രണ്ടാമത്തേൽ 22 അതിലും ഇല്ല ഗൈസ്. ഡി 44, 11, 22, 43, 13, 30. അതുതന്നെയാണോ? നമുക്ക് അവിടെ വിന്നറിൽ നോക്കാം. ഇവിടെ സോ ഗൈസ്, ആ ക്യാഷ് എന്തായാലും എൻ്റെ ഗൂഗിൾ പേയിൽ കയറുന്നില്ല. അപ്പോൾ അത് ക്യാഷായിട്ട് ഞാൻ അവിടെ നിന്ന് തന്നെ കാർഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം ഞാൻ ഇന്ന് ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാത്തൊരു സംഭവം ഇതിനകത്തുണ്ട്. ഇത്രയും കാലമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. അയ്യോ, കുറച്ച് കയറ്റിയിട്ടില്ല, ഈ പോലീസാണ് അടുത്തത് കിട്ടും. ഓക്കെ, ഇതിനകത്ത് എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു പരീക്ഷണമുണ്ട്. അപ്പോൾ അവനക്ക് എന്തായാലും ഇതിൽ നിന്ന് പകുതി കൊടുത്താൽ എനിക്ക് ഈ ഒരു സംഭവത്തിൽ കയറിയിട്ട് നമുക്ക് വേണ്ട പ്ലാനറ്റിൽ പോയിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാനൊക്കെ പറ്റിയ സെറ്റപ്പാണ് ഇതിനകത്തുള്ളത് ഗൈസ്. എൻ്റെ കൂട്ടുകാരനടക്കം ഇതിൻ്റെ അകത്ത് കയറണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അവനക്ക് ആ ലോട്ടറി അടിച്ചിട്ട്, പക്ഷേ അതിലെനിക്കാണ് കിട്ടിയത്. സോ ഗൈസ്, അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, ഞാൻ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്ക്രീനൊക്കെ ഉണ്ട്. ഇതിൽ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല ഗൈസ്. ഇനി എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. നമ്മൾ ഈ അപ്പേരെ കൊടുത്തിട്ടുണ്ട്. ഓ ഗൈസ്, നമ്മൾ സ്പേസ് ഷിപ്പ് പൊന്തി കേട്ടോ ഗൈസ്. സീന കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. പക്ഷെ പുറത്തത്തെ ഒന്നും കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇവിടെ ലാൻഡ് ആയിട്ടുണ്ട്. ഇത് ഏത് പ്ലാനറ്റാന്ന് ഒരു ഐഡിയ ഇല്ല. ഇവിടെ അയ്യോ ഗൈസ്, എൻ്റെ സ്പേസ് ഷിപ്പ് കേടന്ന്. അയ്യോ ഇനി ഞാൻ എങ്ങനെ പോവാ ഗൈസ്? ദാണ്ട് ഒരു UFO പോകുന്നേ. ഇതെന്ത് സാധനം? അയ്യോ, ഏലിയൻ. ശിവന്മാരെ ഞാൻ ഇന്ന് കൊല്ലും ഗായ്സ്. അവിടെ ദാണ്ട് ഒരു UFO കിടക്കുന്നത്. നമുക്ക് അതെടുത്ത് പോകാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. എനിക്ക് പ്ലെയിൻ ഓടിച്ചിട്ടുള്ള ശീലം ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇത് കുഴപ്പമില്ലാതെ ഓടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഗായ്സ്. UFO സ്മൂത്ത് സാധനം കേട്ടോ. നമ്മളിതിൽ കയറി ഇരുന്നതേ അറിഞ്ഞുള്ളൂ. ബാക്കി ഇത് പൊന്തിയോ ഇല്ലേന്നൊന്നും അറിയുന്നില്ല ഗായ്സ്. സീൻ കേട്ടോ, നല്ല രസമുണ്ട് ഇതിൽ റൈഡ് ചെയ്യാനേ. സോ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നമ്മളെ സിറ്റിയിലൊക്കെ ഒന്ന് രാത്രിയായോ? ഞാൻ പോകുമ്പോൾ രാവിലെ ആയിരുന്നു, ഇത്രയായിട്ടൊന്ന് രാത്രിയായടേ. ഗൈസ്, ലാൻഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്ത്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, നമ്മളങ്ങനെ ഇനി പോവുകയാണ് ഗൈസ്. UFO അവിടെ ഇരിക്കട്ടെ. എന്തായാലും നമുക്ക് ആവശ്യമുള്ള നേരത്തെ എടുക്കുക. ഇതാരും കാണില്ല എന്നൊരു പ്രതീക്ഷ ഉണ്ട്
ഗൈസ് രാവിലെ പുറത്തു പോകാൻ നിന്നപ്പോഴാണ് ഇതേ റോഡിൽ എല്ലാവർക്കും വട്ടായി കിടക്കുന്നത്. ഇതേ എല്ലാവരും ഇവിടെ പാട്ടില്ലാതെയാണ് ഡാൻസ് കളിക്കുന്നത്. ഇവിടെ ഇവന്മാർക്ക് എല്ലാവർക്കും വട്ടായോ? ഗൈസ് എന്താ ഒരു ഐഡിയ ഇല്ല. ഇവന്മാരെല്ലാം ഡാൻസ് കളിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പോവാം. വാട്ട് ഗൈസ്, എൻ്റെ കൂട്ടുകാരന് ഈ ഒരു വട്ടുണ്ട്. ഇവിടെ ഇവന്മാർക്കല്ലേ ഈ ടിക്കറ്റ് എടുത്തവർക്ക് മാത്രമാണ് ഈ വട്ട് എന്ന് എനിക്കറിയില്ല. ഓ, ഞാനും ടിക്കറ്റ് എടുത്താണ്, പക്ഷേ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ പാട്ടില്ലാതെ ഒന്നും കളിക്കുന്നില്ല. ദേ ഇവനക്കും വട്ട്. ഞാൻ ഇവിടെ നിന്ന് എനിക്കിവിടെ വട്ടാവും ഗൈസ്. ഞാൻ എന്തായാലും വേറെ എങ്ങോട്ടേലൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. ഇവിടെ എല്ലാവർക്കും വട്ടാണല്ലോ അവിടെ ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ കറങ്ങി വന്നപ്പോഴേക്കും ഗൈസ് ഞാൻ ഇവിടെ കറങ്ങി വന്നപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ട്. ദേ ഇവിടെ ഒരു ഗ്യാങ് ഇരുന്ന് പാട്ടില്ലാതെ ഡാൻസ് കളിക്കുന്നത്. ഇവിടെ ഇമാർക്ക് ഇതെന്ത്? ഉയ്യോ, ഇതാണ്ടേ ഞാൻ കൊടുന്ന UFO. ഇത് ആളില്ലാതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുമോ? ഇതെൻ്റെ പിന്നാലെ ഇരുന്നേ. എടാ ഗൈസ് ആകെ പെട്ട് കേട്ടോ ഗൈസ്. അതെൻ്റെ ബാക്കിൽ തന്നെ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും വീട്ടിൽ പോയി ഒളിച്ചിരിക്കാം. ഗൈസ് പെട്ടു. അവന്മാരിതേ വീടിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ഇതെൻ്റെ നേരമല്ല, ഇത് പോവാണോ അതോ? അയ്യോ ഇതാണ്ടോ നിന്ന്. ഒയ്യോ, എൻ്റെ വീട് എടുക്കുകയാണോ ഗൈസ്? എൻ്റെ വീട് അവന്മാരെടുക്കുകയാണ്. പറ്റില്ല പറ്റില്ല, എൻ്റെ വീട് എടുക്കരുത് ഗൈസ്. ആകെപ്പെട്ടല്ലോ ഗൈസ്. ഞാൻ എന്തായാലും അതിനകത്ത് കയറി നോക്കട്ടെ. ഓക്കെ ഗൈസ്, എൻ്റെ വീടിനകത്ത് കയറിയിട്ടുണ്ട്. അയ്യോ എവിടെ ഇവന്മാർ എന്നെയും കൂടിയാണല്ലോ കൊണ്ടുപോകുന്നത് ഗൈസ്. ആകെപ്പെട്ടിരിക്കുകയാണ്. ഏതോ പ്ലാനറ്റിൽ എന്നെ എൻ്റെ വീട് ഇവിടെ കൊടുന്ന് ആക്കിയിട്ടിട്ട് ഇവന്മാർക്ക് ഇത് എന്തിൻ്റെ കേടാ?